താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഓരോ കാലത്തും മലയാളികൾക്ക് ഓർക്കാൻ ഒരുപാട് സിനിമകൾ. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കള്ളനെ തന്ന മീശമാധവൻ, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, അച്ഛനുറങ്ങാത്ത വീട്, ക്ലാസ്മേറ്റ്സ്, എന്നും ഗൃഹാതുരത തോന്നിക്കുന്ന, പ്രവാസിക്ക് എന്നും നാട്ടിലോട്ട് ഓടി വരാൻ തോന്നുന്ന അറബിക്കഥ, അങ്ങനെ എത്ര സിനിമകൾ. മലയാളികളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ലാൽ ജോസാണ് ഇന്ന് നമ്മളോടൊപ്പം. ലാൽ ചേട്ടാ, ഈ മുഖം ഓർക്കണം, ഈ പേര്. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും ഓർത്തു, എവിടുന്ന് ഈ മുഖങ്ങളൊക്കെ കിട്ടി? നീനയിൽ അഭിനയിച്ച ദീപ്തിയെ കണ്ടെത്തുന്നത് ഒരു ലോങ് പ്രോസസ്സായിരുന്നു. 3 വർഷം മുൻപാണ് ഈ കഥ എന്നോട് വേണു പറയുന്നത്. അന്നത്തെ വേണുവിൻ്റെ ഒരു FB പോസ്റ്റ് ഈയിടെ ഇങ്ങനെ പൊന്തി വന്നു. അതിൽ 2013 ഈ സിനിമ സംഭവിക്കും എന്നൊക്കെ വേണുവിൻ്റെ പ്രതീക്ഷയൊക്കെ എഴുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് സംഭവിക്കുന്നത് 2015-ലാണ്. അപ്പം അതിൽ പല കാരണങ്ങളുണ്ട്. ഇത്തരമൊരു സിനിമ ചെയ്യേണ്ട ഒരു സമയം ആകേണ്ടിയിരുന്നു, ആ സ്ക്രിപ്റ്റ് ഒന്ന് പാകപ്പെടേണ്ടിയിരുന്നു. പക്ഷെ ഇതിനൊക്കെ ഉപരി നീന എന്ന് പറയുന്ന കഥാപാത്രം ആരാവണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ആദ്യം ആ കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കേരളത്തിലെ ഒരു എന്താ പറയുക, ഡ്രാമയിലും ഒക്കെ തിയേറ്ററിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖമാണ് അന്ന് വന്നത്. ആ പെൺകുട്ടിയായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. റിലീസിന് മുമ്പ് അവരെ വീണ്ടും ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്ന അടുത്തൊരു വർഷം വലിയ റോളുകളൊന്നും ചെയ്യരുത്, ഞാനിങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ അത് ആ സമയത്തൊന്നും സിനിമ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കഥാപാത്രം വേറെ രീതിയിൽ നമ്മൾ ആദ്യം ആലോചിച്ചതിൽ നിന്ന് ഒരുപാട് മാറുകയും വേറെ ഡയമെൻഷൻസ് അതിന് വരികയും ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിലൊരു മുടി ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി എന്നുള്ളതായിരുന്നു. അപ്പോൾ കാണുന്ന എല്ലാ ഫങ്ഷനുകളിലും മുടി ഷോർട്ട് ക്രോപ്പ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളെ നോക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷമായിട്ടൊരു 80ഓളം പെൺകുട്ടികളെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ ഹീറോയിനെ കണ്ടെത്താൻ പറ്റിയുള്ള ഏറ്റവും വലിയൊരു തീവ്ര ശ്രമമായിരുന്നു ഇതെന്ന്. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അല്ല, ഇത് പല തരത്തിൽ പല സിനിമകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അറബിക്കഥയിൽ ഒരു ചൈനീസ് പെൺകുട്ടിയെ കണ്ടെത്തണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു ചൈനീസ് പെൺകുട്ടിയെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ ബുദ്ധിമുട്ടിയതാണ്. പക്ഷെ നീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം, മുടി ക്രോപ്പ് ചെയ്യാൻ തയ്യാറാവണം. ഈ സിനിമ മുഴുവൻ നീന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ ഒരു മലയാളി പെൺകുട്ടി തന്നെ ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറേ പേരെ നോക്കി. പക്ഷെ നീന എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് നീനയാണ്. അപ്പം ആദ്യത്തെ നീനയ്ക്ക് പറ്റുന്ന ആളുകളെ ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റി. പക്ഷെ ഈ സെക്കൻഡ് പോർഷൻ കൂടി കേറ്റർ ചെയ്യുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്വേഷണം. നീനയുടെ ക്യാരക്ടറുമായിട്ട് 2015 സ്ത്രീകൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും നീന ഒരു വെള്ളടിക്കാരായിട്ട് മാറ്റി. അങ്ങനെയല്ല മദ്യപിക്കുന്ന സ്ത്രീകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഫംഗ്ഷനുകളിലും ഒക്കെ വൈൻ ഞങ്ങൾക്കൊരു പ്രധാന വിഭവം തന്നെയാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അല്ല, വൈനൊരു ക്രൈമായിട്ട് നമ്മൾ ആരും കരുതിയിട്ടില്ല. ഹോം മെയ്ഡ് വൈനൊക്കെ എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് സ്ത്രീകൾ മദ്യപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമില്ല. അത് ഈ കാലഘട്ടത്തിലല്ല, അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനും ഒരു രസത്തിന് ചോദിച്ചു അല്ല, പക്ഷെ ഇന്ന് അതിന് വേറൊരു ആംഗിൾ വന്നിട്ടുണ്ട്. അത് ഒരു വീട്ടിലെ ബന്ധുക്കളുടെ ഇടയിൽ ഇരുന്നിട്ടുള്ള ഒരു ക്രിസ്മസിനോ ഒരു ഈസ്റ്ററിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഉണ്ടായിരുന്ന ചെറിയ തോതിലുള്ള ആൽക്കഹോൾ ഉപയോഗം മാറി ഇന്ന് അതിന് ക്ലബ്ബുകളും പബ്ബുകളും ഡാൻസ് ബാറുകളും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ സ്വഭാവത്തിന് ലൈറ്റ് നൈറ്റ് പാർട്ടീസ് അതൊക്കെ നഗരങ്ങളിലൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്. ഇന്ന് പെൺകുട്ടികൾ മദ്യപിക്കുന്നത് വേറൊരു രീതിയിലാണ്, വേറെ സദസ്സുകളിലാണ്. അപ്പോൾ അത് ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ. അതാണ് നീന ഡിസ്കസ് ചെയ്യുന്ന
ഒരു വിഷയം. പിന്നെ എങ്ങനെ ഇതിൽ ഒരു ആകർഷണം കണ്ടെത്തുന്നു എന്നുള്ളതും നീന ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയെ നേരത്തെ കണ്ടെത്തി ഡ്രാമയൊക്കെ ചെയ്യുന്ന കുട്ടി, ആ കുട്ടി പിന്നെ എങ്ങനെ കൺവിൻസ് ചെയ്തു, അല്ല എങ്ങനെ ഇത് അങ്ങനെ സമാധാനിപ്പിച്ചോ, പിന്നെ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, അവർ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ളൊരു ഗേളാണ്. അവർ ഫ്രാൻസിലൊക്കെ പോയിട്ട് ഡ്രാമയൊക്കെ ചെയ്യുന്ന വലിയ കമ്പനികളായിട്ടൊക്കെ കോൺട്രാക്റ്റുള്ള ആളാണ്. ഞാൻ ആ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ആ സിനിമ നടന്നിരുന്നെങ്കിൽ ആ കുട്ടി തന്നെ ആകുമായിരുന്നു. പക്ഷെ പിന്നീട് അത് 3 വർഷത്തോളം നീണ്ടു. ഇപ്പം അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവർ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു ചാൻസ് സീക്കറായിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. അവർ പ്രൊഫഷണലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ആകാംക്ഷയില്ല. എന്തായാലും റിലീസിന് മുമ്പ് അവരൊന്ന് പറ്റിയാലൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു സോറി പറയാൻ. കാരണം സിനിമ നീണ്ടുപോയി. പിന്നെ സിനിമയുടെ അന്ന് ആലോചിച്ച കാര്യങ്ങളും മാറിപ്പോയി, സിനിമയുടെ സ്വഭാവം ഒക്കെ മാറിപ്പോയി. ദീപ്തി സതി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ആദ്യത്തെ ലോട്ടിൽ എനിക്ക് വന്ന ഫോട്ടോസിൽ ഉണ്ടായിരുന്നാണ്. ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ റജി, റജിയാണ് ഈ ഫോട്ടോസ്. റജി ഭാസ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുറേ ഫോട്ടോസ് അയച്ചതിൽ അയാൾ പറഞ്ഞിരുന്ന ഒരു മോഡലുണ്ട്, ഒരു നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളാണ്. സാറ് പറഞ്ഞ ഈ ക്യാരക്ടറിന് മാച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത്. പക്ഷേ ഈ ഫോട്ടോസ് ഇങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ഒരാളുടെ ഒരു ക്യാരക്ടർ കിട്ടില്ല പലപ്പോഴും. എല്ലാം നല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ള, ഫേസൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസായിരിക്കും. അപ്പം അങ്ങനെ ആ ഫോട്ടോസൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ കുറേ പേരെ കണ്ടു. അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജായി, സിനിമ തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്താണ് വിജയ് ബാബു, നമ്മുടെ ഹീറോ, പറയുന്നത്. വിജയ് ബാബുവിനും പേടിയായി തുടങ്ങി. കാരണം ഈ പെൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ ഇനി സിനിമ നടക്കാതെ പോവും. അങ്ങനെ വിജയ് ബാബു വളരെ ഊർജിതമായിട്ട് അദ്ദേഹത്തിന്റെ പണിക്കരെ സ്വീകരിച്ച് 3 വർഷമായിട്ട് അത് കാത്തിരിക്കുകയാണ്. അപ്പം വിജയ് ബാബു പറഞ്ഞു 2 പേര് ബോംബെയിൽ നിന്ന് വരും, അതിൽ ഒരു കുട്ടി സാറിന് മുമ്പ് ഫോട്ടോ അയച്ചിട്ടുള്ളതാണ്, അന്ന് റിജക്റ്റ് ചെയ്ത മാറ്റി വെച്ചതാണ്, പക്ഷെ ഒന്ന് കണ്ടു നോക്കുക, അവർ നേരിട്ട് കുഴപ്പമില്ല എന്നാണ് വേറൊരാൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് വരട്ടെ, ഞാൻ അവസാന റൗണ്ടാണ്, വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയും ദീപ്തിയും വന്നു. എറണാകുളത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു. ആ കുട്ടിയും ഈ ഓഡിഷന് വന്നു. ഹസ്ബൻഡുമായിട്ടാണ് പുതുമോടിയിൽ 2 പേര് വന്നു. അങ്ങനെ 3 പേരെ നോക്കി. പക്ഷെ ദീപ്തി ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ദീപ്തി നന്നായി മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് വന്നത്. ഇവൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം അവർ ചെയ്യുകയും അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു രീതിയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അവർ ആ പറഞ്ഞ കാര്യം ഏറ്റവും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പം മനസ്സിൽ ഞാൻ അപ്പം തന്നെ അവരെ ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ എപ്പോഴും ക്രോപ്പായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടാൽ ഞാൻ നോക്കുമെന്ന് വിചാരിച്ചു, ബോബ് ചെയ്തിട്ടുള്ള. അപ്പം ഈ നീനെ കണ്ടപ്പോൾ, ആദ്യമായിട്ട് ഈ ദീപ്തി സതിയെ കണ്ടപ്പോൾ, വിജയ് ബാബു പറഞ്ഞ ദീപ്തി സതി വന്നപ്പോൾ മുടി വെട്ടിയിരുന്നു? ഇല്ല, അവര് ലോങ് ഹെയർ ആയിരുന്നു. നല്ല അവര് ഇതെന്തൊരു ക്ലിപ്പൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷോട്ട് പറഞ്ഞ് അത് ഞാൻ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ ക്ലിപ്പ് ഊരിയപ്പോഴാണ് ഈ ഷാമ്പൂവിൻ്റെ ഒക്കെ പരസ്യത്തിൽ കാണാൻ ഒരു മുടി ഇങ്ങനെ ഒരു ഫ്ലഡ് പോലെ ഭയങ്കര ലോങ് ഹെയർ. അപ്പോൾ എനിക്ക് പാവം തോന്നി, കാരണം നല്ല ഉഗ്രൻ മുടിയാണ്, നല്ല ഭംഗിയുണ്ട് മുടി കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് എൻ്റെ ഈ ക്യാരക്ടറിന് ബോയ് കട്ട് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുടി വെട്ടാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാർ എൻ്റെ മുടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും, അതെനിക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല, ഞാൻ വെട്ടാം, എങ്ങനെ വേണമെങ്കിലും വെട്ടാം എന്ന്. അങ്ങനെയാണ് ഞാൻ അറിയിക്കാൻ. ഞാൻ ഇടയ്ക്ക് ഇന്റർപ്റ്റ് ചെയ്യാത്തതാണ് ശരിക്കും. ഈ ലാൽച്ചേട്ട ഈ പറയുന്ന കാര്യം കേൾക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് സന്തോഷം. അന്ന് സാർ എൻ്റെ ഫോട്ടോ റിജക്റ്റ് ചെയ്ത്, അപ്പോൾ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ഫോട്ടോസ് അയച്ച പെൺകുട്ടികൾക്ക് ഇതൊരു ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ചിലപ്പം കാലം കഴിയുമ്പോൾ അവരുടെ ഫേസ് മാറും, അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ നമുക്കും മാറാം. അല്ല, ഇത് സിനിമയിലേക്ക് ഒരാളെ കാസ്റ്റ് ചെയ്യാം, അതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. സൗന്ദര്യമല്ല അതിലൊരു ഘടകം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു കഥാപാത്രത്തിന് തോന്നിപ്പിക്കുന്ന മുഖമുള്ള ഒരാളെയാണ് അന്വേഷിക്കുന്നത്. അല്ലാണ്ട് അതിസുന്ദരിയായിട്ട് ഇപ്പോൾ ഐശ്വര്യ റോയിയെ നീനായിട്ട് അഭിനയിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. അവർ
അതിസുന്ദരിയാണ്. പക്ഷെ എനിക്കത് ആവശ്യമില്ല, ഈ ക്യാരക്ടറിന് അത് ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരാളെ നമുക്ക് മേക്കപ്പിലൂടെ കുറച്ചെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ല. മേക്കപ്പിലൂടെ ഒരു ക്യാരക്ടറാക്കി മാറ്റാൻ നാച്ചുറൽ വേയിൽ പറ്റില്ല. ഒരു ക്യാരക്ടറിൻ്റെ ലുക്കുള്ള ഒരാൾക്ക് ചില അഡീഷൻസ് കൊടുക്കാൻ പറ്റും, കുറേ കൂടിയും അതാക്കി മാറ്റാൻ പറ്റും എന്നല്ലാതെ. ഇപ്പം ഈ സിനിമയിൽ ദീപ്തി സദീക്ക് മേക്കപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. വളരെ ചെറിയ ഒരു ഘട്ടത്തിൽ അവർക്ക് ഷെയ്ഡ്സ്, കണ്ണിൻ്റെ താഴെ ഷെയ്ഡ്സ് ആവശ്യമുണ്ടായിരുന്നു. അത് ലിപ്പ് കുറച്ച് ഡാർക്ക് ആവണമായിരുന്നു, സ്മോക്കറാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ടച്ചസ് അല്ലാതെ അവർക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് മേക്കപ്പേ ഇല്ല. അപ്പോൾ ഈ ബോംബെയിൽ നിന്ന് വന്നൊരു പെൺകുട്ടി, ഈ മോഡലിങ്ങിലൊക്കെ ഉള്ളൊരു പെൺകുട്ടി, അവർ ആകെ ബേജാറായിപ്പോയി. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവർ വന്നിറങ്ങിയോണ്ടെന്ന് വെച്ച് വെർ ഇസ് ദ മേക്കപ്പ് മാൻ? ഞാൻ മേക്കപ്പ് മാൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി, അത് തന്നെയാണ് മേക്കപ്പ്, വേറെ മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ ഹെയർ ഡ്രസ്സർ അത് ആസ്ക് ഹർ ടു കോംബ് യുവർ ഹെയർ, അത്രേ ഉള്ളൂ. അപ്പം അതവർക്ക് ആദ്യത്തെ ഷോക്കായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും അവർക്ക് മേക്കപ്പ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ ആകെ സിനിമയിൽ മേക്കപ്പേ ഇല്ല, പിന്നെ ഉള്ള മേക്കപ്പ് ഉള്ളത് വീണ്ടും ഡള്ളാക്കുന്ന, കണ്ണിന് താഴെ ഷെയ്ഡും ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് ആകെ കൺഫ്യൂഷൻ ആണ്. അപ്പോൾ അവർ ചോദിക്കുന്ന സിനിമയിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പേടിക്കണ്ട നിങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് അവർ ആ ഷോട്ടുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കൊരു കോൺഫിഡൻസ് ആയത്. ആദ്യത്തെ ദിവസം അവർക്ക് നീന ആവാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സിനിമ എന്ന് പ്രതീക്ഷിക്കും, നമ്മൾ ആ സ്റ്റാർഡമാണ് ആദ്യം മനസ്സിൽ കാണുന്നത്, പ്രത്യേകിച്ചും ഒരു ഡെബ്യൂ ആയിട്ട് വരുന്ന കുട്ടി. അപ്പോൾ ഈ ആദ്യത്തെ ദിവസമൊക്കെ ആ കുട്ടിക്ക് ആ ഷോക്കിന്ന് അതിൽ ദീപ്തി ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണ്. കാരണം ആദ്യം ഷൂട്ട് ചെയ്തത് കാൻഡിഡ് ഷോട്ട്സ് ആയിരുന്നു. അതിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ മഞ്ഞിൽ ഇവർ നടക്കുന്നതും ഇരിക്കുന്നതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഷോട്ടുകൾ. അത് വളരെ ഒന്ന് ക്യാമറയുമായിട്ട് ഫ്രണ്ട്ലി ആവാനും ഞങ്ങളുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആവാനും ഒക്കെ അത് സഹായിച്ചു. അപ്പോൾ വലിയ ക്രൂ ഒന്നുമില്ല, വളരെ ചെറിയൊരു ക്രൂ ആണ് പോയിട്ടുള്ളത്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. ആദ്യ ദിവസം തൊട്ട് ഇവരായിട്ട് നന്നായിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്തു. പിന്നെ ഭയങ്കര പെർഫോമൻസ് ഒന്നും അവർക്കത് ഷൂട്ടിംഗ് ആണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം നടക്കാൻ പറയും, പിന്നാലെ ക്യാമറയായിട്ട് പോവും, ജർമ്മൻ ഷൂട്ട് ചെയ്യും, ഇരിക്കാൻ പറയും. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നീ ഏറ്റവും ഇഷ്ടമുള്ള ആരെങ്കിലും കുറിച്ച് ആലോചിക്കുക, ദൂരെ എവിടെയാണ് അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരിക്ക് സംശയമുണ്ട്, ഇത് ശരിക്കും സിനിമ തന്നെ അല്ലേ? അത് കഴിഞ്ഞ് മോസ്കോയിൽ വന്ന് ഞങ്ങൾ ഈ 24 hours ഫ്ലൈറ്റ് ഡിലേ ആയി. എയർ ഇന്ത്യ ആയിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും 24 hours ഡിലേ ആയപ്പോൾ ബോംബെയിൽ വെച്ചിട്ടൊരു ആണ് ഇവരുടെ ഹെയർ സ്റ്റൈല്. ആദ്യത്തെ മുടി കട്ട് ചെയ്തിട്ട് ഷോൾഡർ വരെ ആക്കിയിട്ടാണ് തുടക്കം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴേക്കും മുടി ബോയ് കട്ട് ചെയ്യണം. അപ്പോൾ അത് ബോംബെയിൽ അതിനൊരു ഫ്രഞ്ച് ഹെയർ സ്റ്റൈലിസ്റ്റിനെയൊക്കെ പുള്ളിക്കാരി കണ്ടുവച്ചിരുന്നു. പക്ഷേ ഈ 24 മണിക്കൂർ മാറിയപ്പോൾ അതെല്ലാം അവതളത്തിലായി. അങ്ങനെ മോസ്കോയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് സണ്ണി എന്ന് പറഞ്ഞിട്ട്, സണ്ണി സിൽക്സ് എന്നൊക്കെ ഉണ്ട്, ഇവിടെ അവർക്ക് സ്ഥാപനമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ വെറുതെ വിളിച്ചു ഞാൻ. അപ്പോൾ പുള്ളി അവിടെ മോസ്കോയിലുണ്ടായിരുന്നു, വന്ന് തന്നെ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെഡൽ വിട്ടു, ബോംബെയിൽ പോയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ മാറ്റിയേക്കേണ്ട അവസ്ഥ. അപ്പോൾ പുള്ളി പറഞ്ഞു മോസ്കോയിൽ വന്നിട്ട് നിങ്ങൾ ബോംബെയിൽ ഹെയർ കട്ട് ചെയ്യാൻ പറ്റാത്തതിനെ പറ്റി ദുഃഖിക്കണം. മോസ്കോ ഭയങ്കര ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഹോളിവുഡ് സ്റ്റാർസൊക്കെ വന്നിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് അവിടെ കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ പിന്നെ ഇത് അവളോട് പറഞ്ഞേക്കല്ലേ, കാരണം ചെറിയ സിനിമയാണ്, നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസറും. ഹെയർ കട്ട് ഹോളിവുഡ് സ്റ്റാർസൊക്കെ വന്നിട്ട് ഹെയർ സ്റ്റൈലിസ്റ്റ് ഹോളിവുഡ് സ്റ്റാർസൊക്കെ വന്ന് ചെയ്യണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശായിരിക്കും, നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് പേടിക്കണ്ട, അത് എൻ്റെ വക നീനയ്ക്കുള്ള, നീന എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള ഗിഫ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ മോസ്കോയിൽ ഒരു വളരെ പ്രശസ്തയായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിസ്റ്റാണ് നീനയുടെ ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യുന്നത്. അത് ശരി, അതാണ് എല്ലാത്തിനും അല്ലേ ഓരോ സമയമുണ്ട്. ഭയങ്കര പിന്നെ പ്രതീക്ഷിച്ചില്ല ഫ്ലൈറ്റ് ഡിലേ ആവാനും ബാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ടുള്ള എന്തൊരു പരിപാടി തന്നെയാണ്. കാരണം ഇത് ഇത്രയും എക്സ്പെൻസീവായ സ്ഥലത്തൊക്കെ പോയിട്ട് ഹെയർ ഒക്കെ ചെയ്ത് അപ്പോൾ ഇത്തിരി ഹാപ്പിയായി.
തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ആണ് യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഈ ഒരു ആയിക്കഴിഞ്ഞു, മെന്റലി പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞു. പിന്നെ ഈ അവരുടെ അമ്മ എറണാകുളത്തുകാരിയാണ്, അച്ഛൻ നൈനിറ്റാളുകാരനാണ്. അവർ ബോംബെയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അമ്മ വഴി മലയാളം, അമ്മ ടി വിയിൽ മലയാളം പ്രോഗ്രാംസൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു പരിചയമുണ്ട്. ഇടയ്ക്ക് കസിൻസിനെ കാണാൻ വരുമ്പോൾ മലയാളം കേട്ട് പരിചയമുണ്ട്, സംസാരിക്കാറില്ല. അപ്പോൾ പിന്നെ അവരുടെ ഒരു യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നീനയാണ്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് കാണാതെ പഠിച്ച്, അത് ഒരു നിർബന്ധ ബുദ്ധിയോടെ. ചിലപ്പോൾ നമ്മളുടെ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ ഒരു സീൻ ഇന്ന് ഈ സീൻ വേണ്ട മറ്റേ സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ മാത്രമാണ് അവരുടെ ഒരു മുഖം ഒന്ന് കറുത്ത് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഒരു വലിയ സീൻ ഫുൾ പഠിച്ച് റെഡി ആയിട്ടിരിക്കുമ്പോൾ പഠിക്കാത്തൊരു സീനാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറയും പേടിക്കണ്ട, അത് നമുക്ക് ശരിയാക്കാം, സമയം തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാലും അവർ റെസ്റ്റ്ലെസ് ആവുമായിരുന്നു. പക്ഷെ സിനിമ കംപ്ലീറ്റ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അവർ അത് ചെയ്തത്. ഭയങ്കര ഒരു ഡെഡിക്കേഷനും ഭയങ്കര ആത്മസമർപ്പണം ശരിക്കും ഉണ്ടായിരുന്നു. നമുക്ക് പ്രൊഫഷണലായും അല്ലാതെ പ്രൊഡ്യൂസറായും ഒക്കെ വിജയ് ബാബുവിനെ അറിയാം. വിനയ് പണിക്കരാവാം വിജയനെ എപ്പം ലാൽചേട്ടൻ തീരുമാനിച്ചു? ആക്ച്വലി ഈ സിനിമയുടെ കഥ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇത് സിനിമ ചെയ്യണം, അപ്പോൾ ആരെ കൊണ്ട് ഇത് ചെയ്യിക്കാം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള രൂപമുള്ള ഒരാൾ വേണമായിരുന്നു, കോർപ്പറേറ്റ് ബിഹേവിയർ ഉള്ള ഒരാൾ വേണമായിരുന്നു. അപ്പോൾ ഒരു പുതിയ ആൾ ആരെങ്കിലും നോക്കണം. പക്ഷെ ഒരു ബിറ്റ്വീൻ 35 and 40 ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പം നിലവിലുള്ളതിൽ ആരാണ് അത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അന്ന് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ സാദിഖ് അഭിനയിക്കേണ്ടിയിരുന്ന ഒരു SP-യുടെ ക്യാരക്ടർ സാദിഖിന് പെട്ടെന്ന് വേറൊരു സിനിമയുടെ ക്ലാഷ് പെട്ടിട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ആര് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ആരോ പറഞ്ഞു വിജയ് ബാബു എന്ന് പറഞ്ഞ ആളുടെ അപ്പൊ ചെറിയ റോളുകളൊക്കെ ചെയ്തു വരുന്നു. അപ്പൊ ഞാൻ വിജയ് ബാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് ചെയ്യാമെന്ന് വെച്ചു. പുള്ളി അതിനെന്താ ഞാൻ വരാൻ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞു. പുള്ളി വന്ന് വളരെ കൂളായിട്ട് അത് ചെയ്തു. അപ്പോൾ അന്ന് തിരിച്ച് ഞങ്ങൾ പോരുന്ന സമയത്ത് ഞാനും ജോമാനും കാറിൽ വരുമ്പോൾ ഞാനിങ്ങനെ ജോമാനോട് ഈ നീനയുടെ ഒരു കഥ റഫായിട്ട് വന്നു. അപ്പോൾ ജോമൻ പറഞ്ഞത് രസമുണ്ട്, നല്ല രസം. അപ്പം ഞാനിത് കമേഴ്ഷ്യൽ എന്താണെന്ന് അറിയില്ല, എല്ലാം പുതിയ ആൾക്കാർ ചെയ്യേണ്ട ഒരു സിനിമയാണ്. പുള്ളിയുടെ ഇത് കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടമാവില്ല കേട്ടോ, അത് ഒരു പ്രശ്നമില്ല, ചെയ്യാം. പുതിയ ആരെങ്കിലും ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും, ഈ VP-യുടെ ക്യാരക്ടർ. ഞാൻ ആരാണ് അങ്ങനെ ഒരാളെന്ന് ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോർപ്പറേറ്റിൽ വിജയ് ബാബു പറഞ്ഞു എപ്പോഴും ഒരു പ്രാവശ്യം ഫോൺ ചെയ്യിച്ചപ്പോൾ എങ്ങനെയുണ്ട് നീന? എനിക്ക് കുറച്ച് ജീവിച്ചാൽ മതി. അത് അങ്ങനെയല്ലാന്ന് പുള്ളിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ജോമോനാണ് പെട്ടെന്ന് സജസ്റ്റ്, ഇന്ന് ആ SP ആയിട്ട് അഭിനയിച്ച ആള് കൊള്ളാലോ, അയാൾക്ക് ആ ലുക്സ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് ഗ്രേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കാക്കി എടുക്കാൻ പറ്റുന്ന ആളല്ലേ. അപ്പോഴാണ് ഞാനും ഗൗരവമായിട്ട് ശരിയാണ്. അപ്പോൾ എനിക്ക് വിജയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് അറിയാം. വിജയ് സ്റ്റാർ പ്ലസിലും സൂര്യയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോർപ്പറേറ്റ് പശ്ചാത്തലമുണ്ട്. പുള്ളി വളർന്ന സാഹചര്യം, വർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ഒക്കെ എനിക്ക് അറിയാവുന്ന. അങ്ങനെയാണ് വിജയ് ബാബുവിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ അത് ആ സെലക്ഷൻ കറക്റ്റായെന്ന് എനിക്ക് ഇപ്പോൾ സംതൃപ്തിയുണ്ട്. കാരണം വിജയ് ആയിരിക്കും ഈ സിനിമയിൽ, ഇപ്പോൾ നീനയാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് പബ്ലിസിറ്റിയിലും കാര്യങ്ങളിലൊക്കെ. പക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇൻഡസ്ട്രി ഞെട്ടാൻ പോകുന്നത് വിജയ് ബാബു എന്ന പേരിലായിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റാർസ്, സൂപ്പർ സ്റ്റാർസ്, അഭിനയത്തിൽ ഒരുപാട് പ്രതിഭാശാലികൾ, ഒരുപാട് നമ്മൾ കണ്ട ക്യാരക്ടേഴ്സ്. ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ തരംഗമാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഈ സമയത്താണ് രണ്ട് പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞില്ലെങ്കിലും എന്നാലും ഒരുപാട് പരിചയമില്ലാത്ത, അത് എത്രത്തോളം ചലഞ്ചാണത്? സിനിമ എല്ലാ കാലത്തും ചലഞ്ചാണ്, ആരഭിനയിച്ചാലും ചലഞ്ച് തന്നെയാണ്. അപ്പം ഞാൻ പലരും നിങ്ങൾ ഭയങ്കര റിസ്ക് എടുക്കണം, ഒരു ഹിറ്റ് മേക്കറാണിത് പറയുന്നത്, ഇതൊരു വലിയ ലെസനാണ് നമുക്ക്. അല്ല, സിനിമ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും റിസ്ക് തന്നെയാണ്.
തിയേറ്ററിൽ ആദ്യ ഷോ കളിച്ച് തുടങ്ങുമ്പോഴാണ് ഇത് ഏറ്റവും ഏറ്റില്ലേ എന്നറിയാം. തലേ ദിവസം ലാബിൽ നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ എൻജോയ് ചെയ്ത സിനിമയല്ല തിയേറ്ററിൽ വരുമ്പോൾ. അതിന് ഒരു മാസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് മനസ്സിലാകാതിരുന്ന തെറ്റുകളൊക്കെ എനിക്ക് പടപടാന്ന് മനസ്സിലാവും. അയ്യോ ഇനി അടുത്ത സീൻ വരാൻ പോണത് കുഴപ്പമാവും, ഇത് കുഴപ്പമാവും. അത് ഇന്നലെ വരെ എനിക്കറിയില്ല. അത് എനിക്കൊരു തിയേറ്റർ ഫീലാണ് തരുന്നത്. ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യും. നല്ലൊരു അഭിനേതാവാണ് ലാൽജിയുടെ. അല്ല, തിയേറ്ററിൽ ഒരു മാസിൻ്റെ മനസ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. മാസ് ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. തലേദിവസം വരെ അതില്ല. തലേദിവസം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തൊരു സിനിമ, നമ്മളാണ് മാസ്റ്റർ. അതെ, അടുത്ത ദിവസം ഈ ക്രൗഡാണ് അതിൻ്റെ മാസ്റ്റർ ആവുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇനി അടുത്ത സീൻ കുഴപ്പമാണ്, അടുത്ത സീൻ കുഴപ്പമാണ്, അയ്യോ അത്രയും വെക്കണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അപ്പം തോന്നും. പക്ഷെ ഒരു കാര്യമില്ല, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ സാധനം പെമ്പിള്ളേരെ കെട്ടിച്ചു വിട്ട പോലെയാണ്. എത്രത്തോളം സ്വന്തം സിനിമകൾ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ടുണ്ട്? ഞാൻ വളരെ ആദ്യമൊക്കെ എല്ലാം ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഷോ തന്നെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട്, ആദ്യ സിനിമകളൊക്കെ. പിന്നീട് അതിനുള്ള ധൈര്യം പോയിക്കൊണ്ട് ചോർന്നു പോയി. അതെന്താണ് ഈ പരിചയം കൂടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മറ്റത് ബോധമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ പോയി ഇരിക്കുകയാണ്. ഇപ്പം ഇത്തിരി പ്രായത്തിൻ്റെ പക്വതയൊക്കെ വന്നപ്പോൾ ഇത് അതിൻ്റെ ഒരു റെസ്പോൺസ് അറിഞ്ഞിട്ട് പോവാം. പിന്നെ ചിലപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളുടെ മുഖം ആദ്യഘട്ടങ്ങളിൽ നമ്മളുടെ മുഖം പരിചിതമല്ല, അതുകൊണ്ട് നമ്മൾ ആ ഓഡിയൻസിൽ ഒരാളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ബാൽക്കണിയിൽ ഉണ്ട് എന്നറിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പേരിൽ സിനിമ അഡീഷണൽ കമൻസ്, ഞാൻ കേൾക്കേണ്ട ചില കമൻ്റ് അടികൾ, അപ്പോൾ അത് ബാക്കി സിനിമ കാണുന്ന ആളുകളെയും കൂടി ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് ഒക്കെ വന്നപ്പോൾ നമുക്ക് പുറകിൽ പോയി ഇരിക്കാൻ ആരും മൈൻഡേ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പബ്ലിക് തിയേറ്ററിൽ എന്നാലും ഒരു ചെറിയ ടെൻഷൻ തന്നെയാണ്. ക്ലാസ്മേറ്റ്സ് എവിടെ പോയി? ക്ലാസ്മേറ്റ്സ് ആദ്യത്തെ ദിവസം പോയി കണ്ടു. ക്ലാസ്മേറ്റ്സ് ഫസ്റ്റ് ഷോയ്ക്കാണ്. മീശമാധവൻ ഫസ്റ്റ് ഷോയ്ക്ക് തിരുവനന്തപുരത്താണ് കാണുന്നത്. മറവത്തൂർ കനവ് നൂൺ ഷോ തന്നെ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ പത്മനാഭയുടെ മുമ്പിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത ആശം, നിറയെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു തിയേറ്റർ, ഹൗസ്ഫുൾ എന്ന് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നിറഞ്ഞൊരു തിയേറ്റർ കാണാനുള്ള കൊതി കൊണ്ട് എൻ്റെ ബാൽക്കണി കയറി കേട്ടൻ്റെ ഇടയിൽ നിന്നിട്ട് ആദ്യത്തെ സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര കൂവല്. അപ്പോൾ ഞാൻ വിചാരിച്ച് തീർന്നു സിനിമ. നോക്കുമ്പോൾ പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് മമ്മൂക്കാനെ ആദ്യം കാണിക്കുമ്പോഴത്തെ ആർപ്പുവിളിയും ബഹളമാണ്. അപ്പോൾ ആ സീൻ തൊട്ടിട്ട് ഞാൻ ഈ കേട്ടൻ്റെ ഇടയിൽ നിന്ന് കണ്ടിട്ട് ഒരു സീൻ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് അറിയാണ്ട് ഇൻട്രോയിൽ വരെ നിന്നു. ആളുകളത് എൻജോയ് ചെയ്യണ കണ്ടിട്ട് ഇൻട്രോലിന് പുറത്തിറങ്ങി ക്യാൻറ്റീൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് പിള്ളേർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് എന്നെ എടുത്ത് തോളത്തൊക്കെ എടുത്ത് ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ഹാഫ് കഴിയാൻ കാത്തില്ല. കാരണം സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഇവരെ ഉമ്മമാർ ഈ പൊക്കിയെടുത്തവന്മാരെടുത്ത് തറയിലടിക്കാമെന്ന് അറിയില്ലല്ലോ. ഇൻട്രോയിൽ വരെ ഓക്കെയാണെന്ന് മനസ്സിലായത് അപ്പോൾ എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായി. പിന്നെ പടം കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടെന്നുള്ള ഒപ്പീനിയൻ വന്നു. ആ ധൈര്യം പക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ നോൺ ഷോയ്ക്ക് പോയി ഇരിക്കൽ പിന്നീട് ഒരിക്കലും ചെയ്തിട്ടില്ല. നീനെ കൂടുതൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ പോലെ അങ്ങനെ ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തായിരുന്നു നീനിക്ക്? ഞാൻ ഒന്നാമത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇത് പഠിപ്പിക്കാനെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ആ സീൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ സിനിമകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 3 ദിവസത്തെ വർക്ക്ഷോപ്പ്, അത് ആ വർക്ക്ഷോപ്പിൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താണ് ഇവരവിടെ ചെയ്യണത്? കാരണം ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് ലൊക്കേഷൻസ് കണ്ടെത്തുക, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക, കാസ്റ്റിംഗ് കൃത്യമാണോ എന്ന് നോക്കുക. പിന്നെയുള്ള എല്ലാ വെല്ലുവിളികളും ക്യാമറ ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലൊക്കേഷനിൽ വന്നിറങ്ങി
ആദ്യത്തെ ഷോട്ട് എന്താണെന്നുള്ളത് അവിടെ വന്ന് ഇറങ്ങി ക്യാമറയൊക്കെ ഇറക്കി വെച്ച് അവിടെ ജനറേറ്റർ സ്റ്റാർട്ടായതിൻ്റെ ശബ്ദം കേട്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് അത് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രം അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ വന്നിട്ട് തലേദിവസം വന്ന് ഒരു നായകനോ നായികയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിനേതാവോ വന്നിട്ട് ഞാൻ എന്ത് പാറ്റേണിലാണ് അഭിനയിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളൊരു ധാരണയുണ്ട്. അവർ മേക്കപ്പ് ചെയ്തു, അവർ ആ കോസ്റ്റ്യൂം ഇട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രം നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സിനിമയിൽ ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആകെ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ക്യാമറയുടെ മുമ്പിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ സ്വാഭാവികമായിട്ട് അവർക്ക് ക്യാമറയുടെ മുമ്പിൽ ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ആൾക്കാർ പലരും ജീവിതത്തിൽ ഒരിക്കലും സ്റ്റേജിൽ പോലും കയറിയിട്ടില്ലാത്ത ആൾക്കാരാണ്. അതും ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും കൊടുക്കും, എനിക്കുൾപ്പെടെ. എല്ലാ ആളുകൾക്കും ഒരു സിനിമ ചെയ്യാൻ പറ്റും, ഒരു ക്യാരക്ടർ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റും. അവരുടെ രൂപവുമായിട്ടും അവരുടെ പേഴ്സണാലിറ്റിയുമായിട്ടും അവരുടെ ബിഹേവിങ് പാറ്റേണുമായിട്ടും സാമ്യമുള്ള ഒരു ക്യാരക്ടർ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാനൊരു അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് പറ്റും. രണ്ടാമതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആക്ടറാണോ എന്നുള്ളത്. അപ്പം ഇത് കൃത്യമായി ഈ ചായയും രൂപവും ഉള്ള ആളെ കണ്ടെത്തുന്നതിനോട് കൂടിയിട്ട് എൻ്റെ 50% ജോലി കഴിഞ്ഞു. ശരിക്കും എൽസമ്മയെ കണ്ടെത്താനാണോ നീനെ കണ്ടെത്താനാണോ കൂടുതൽ ബുദ്ധിമുട്ടി? എൽസമ്മ വളരെ യാദൃശ്ചികമായിട്ട് ആണ് ആനിലേക്ക് എത്തുന്നത്. നീന വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ആളുകളിലൂടെ കടന്നു പോയൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എൽസമ്മ ആക്ച്വലി വേറൊരു നായികയെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു. അവർ ചോദിച്ച ഒരു ശമ്പളവും പിന്നെ മറ്റനുസാരികളൊക്കെ ചേർത്ത് വരുമ്പോൾ ഒരു വലിയ തുകയാവും. ആ തുക പ്രൊഡ്യൂസർ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം ആ സിനിമയ്ക്ക് അനുവദിച്ചിട്ടുള്ളൊരു ബജറ്റുണ്ട്, അതിലത്രയും ലക്ഷങ്ങൾ മാറിയാൽ എനിക്ക് സിനിമ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം കുറയും. അപ്പോൾ ഞാൻ വേറെ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അവരെങ്ങനെ വിരലിൽ നിർത്തി ഞാൻ വേറെ അന്വേഷിച്ചു. എനിക്ക് പുതിയൊരാളാണെങ്കിൽ അത്രയും പൈസ കൊടുക്കണ്ടല്ലോ, ആ പൈസ കൂടി എനിക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂട്ടിലിറ്റേറിയൻ ആയിട്ട് നമുക്ക് പല സൈഡിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വേറൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ആനിൻ്റെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ കാണുന്നത്. അപ്പം ആ ഫോട്ടോയിൽ നിന്നാണ് അവളെ നേരിട്ട് പോയി കാണുന്നതും ചൂസ് ചെയ്യുന്നത്. ലാൽചേട്ടൻ പിശുക്കനാണോ അതോ എക്സ്ട്രാവഗൻ്റ്? ഞാൻ പിശുക്കനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഞാൻ കുറച്ച് പിശുക്കനാണ്. അത് ഞാനൊരു സ്കൂൾ മാസ്റ്ററും ടീച്ചറുടെയും മോനാണ്. അങ്ങനെ വളർന്ന ഒരാളാണ്. എല്ലാത്തിൻ്റെയും വാല്യൂ നല്ലോണം അറിയാം. റിലേഷൻഷിപ്സിൻ്റെയും പണത്തിൻ്റെയും വാക്കുകളുടെയും ഒക്കെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി പിശുക്കനാണ്. നേരത്തെ ക്യാമറയാണ്, എനിക്ക് ക്യാമറ വന്നാലേ എനിക്കൊരു ധൈര്യമുള്ളൂ, കോൺഫിഡൻസ്, അതാണ് എൻ്റെ ആദ്യ ടൂൾ എന്ന് പറഞ്ഞു. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യമേ ഒരുപാട് യാത്ര ചെയ്യും, അതിലെല്ലാം ക്യാമറ. എന്നാണ് ഈ ക്യാമറയായിട്ട് ഒത്തിരി അടുത്തത്? ക്യാമറ ആണ് ശരിക്ക് ഞാൻ സിനിമയിൽ വരാൻ കാരണം. ഞാൻ ഒറ്റപ്പാലത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കേരള കൗമുദി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ലോക്കൽ കറസ്പോണ്ടൻറ്റും പത്ര ഏജൻറ്റും വിതരണക്കാരനുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 10-50 പത്രമേ ഉള്ളൂ, ആകെ കോപ്പിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ലേഖകനെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ അവിടെയുള്ള ചെറിയ ന്യൂസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അന്നത്തെ ബേസിക് പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഒരു കോളം ന്യൂസിന് 10 രൂപയാണ്, ഒരു ഫോട്ടോയ്ക്ക് 12 രൂപ കിട്ടും. അപ്പോൾ അതിന് ഫോട്ടോഗ്രാഫറെ വിളിച്ചു കഴിഞ്ഞാൽ ആ പൈസ അവന് പോവും, എനിക്ക് 10 രൂപയുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഒരു യഷിക ക്യാമറ സംഘടിപ്പിച്ചിട്ട് ഞാൻ ഈ ഫങ്ഷൻസ്, വലിയ ഫോട്ടോഗ്രാഫറുടെ ഒരു ഭയങ്കര ടാലന്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് പോയിട്ട് അങ്ങനത്തെ ദിവസം മന്ത്രി വന്ന് അവിടെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേ തറക്കല്ലിട്ടു, അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ആ ഒരു യഷിക്ക പഴയ ക്യാമറ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ തന്നെ ഫോട്ടോ എടുക്കും. പിന്നെ ഇത് സ്റ്റുഡിയോയിൽ കൊടുത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്താലും നല്ലൊരു പൈസ പോകും. അപ്പോൾ ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി ക്ലാസ്സുകൾ ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാഗം എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് ഒറ്റപ്പാലത്ത്.
ആ സ്റ്റുഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട ഫോട്ടോസ് ചുളുവിൽ അവിടെ വാഷ് ചെയ്ത് എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ ആ 12 രൂപ എനിക്ക് കിട്ടും. സിനിമ കാണാനാണ് ഈ പൈസ. അപ്പോൾ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് മാനുവൽ കളർ പ്രോസസ്സിങ്, അപ്പോഴേക്കും കളർ ഫോട്ടോസ് വന്നു തുടങ്ങി. മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് വരുന്നതും സിനിമയിൽ പ്രവർത്തിക്കുന്ന. വീട്ടിലൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണോ സിനിമയ്ക്ക് പോവാ? ആദ്യത്തെ സിനിമ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ആദ്യത്തെ സിനിമ ഞാൻ അവിടെ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മാസം ലീവ് എടുത്തിട്ടാണ് കോഴിക്കോട്ടേക്ക് പോയിട്ട് അത് ശരി കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ഒരു സ്ഥലം എന്ന്. കമൽ സാറ് പിന്നീട് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ നിർത്തിയത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്തോ. ഒരു അധ്യാപകനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരോട് പറയും, പക്ഷെ അധ്യാപകൻ, പ്രത്യേകിച്ചും പഴയ കാലങ്ങളിലുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയും. എങ്ങനെ അങ്ങനെ ഒരു അധ്യാപകനായ അച്ഛനെ എങ്ങനെ കൺവിൻസ് ചെയ്തു? അപ്പച്ചൻ്റെ കാര്യം, അപ്പച്ചനെ എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ജീവിതത്തിൽ ഒരു കാര്യവും ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയായിരുന്നു. ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അപ്പച്ചനെ അറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അപ്പച്ചനോട് വന്നിട്ട് പറയുന്നത് ഇത് ആണ് എൻ്റെ സ്ഥലം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇത് ചെയ്യാൻ എന്നെ സമ്മതിക്കണം. അപ്പോഴാണ് അപ്പച്ചനെ അറിയുന്നത് ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേഷ്യപ്പെട്ടൊന്നുമില്ല. അതിന് വേറൊരു പുറകിൽ അപ്പച്ചൻ്റെതായിട്ടുള്ളൊരു കഥയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് വിസ വന്നപ്പോൾ അപ്പച്ചൻ ലൊക്കേഷനിൽ വന്ന് വിസ വന്ന് 25,000 രൂപ ശമ്പളമുണ്ട്, നീ ഇപ്പം തന്നെ സാറിനോട് പറഞ്ഞിട്ട് പോകണം, കമൽ സാറിനോട് പറയാൻ വന്നു. അപ്പോൾ ഞാൻ പറയുന്ന പ്രശ്നമില്ല, ഞാൻ പോകുന്ന പ്രശ്നമില്ല, ഞാനിവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ അപ്പച്ചൻ ആകെ വിഷമായി. അപ്പച്ചൻ കമൽ സാറിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് അവൻ പറയുന്നത്, ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഈ മേഖലയിലില്ല, ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു പയ്യൻ വന്നിട്ട് അതൊരു ജോബ് സെക്യൂരിറ്റി ഇല്ല. പണ്ടും ഇപ്പോഴും ഇല്ലല്ലോ. സിനിമ ഇപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞാൽ അതിനപ്പുറം ഒരു സ്റ്റാർഡം ഉണ്ട്. സിനിമയെ ആകർഷിപ്പിക്കുന്ന എന്തുകൊണ്ട് ഒന്നും അറിയാത്തവർക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലേ നമുക്കറിയുള്ളൂ നിലനിൽക്കാൻ എന്ത് ചെയ്യണം, എത്രത്തോളം ക്രിയേറ്റീവാണ്, എന്തൊക്കെ ചെയ്യണം. പക്ഷെ അത് വന്നു കഴിഞ്ഞാലാണ് ചലഞ്ച്. അതിന് ദൂരെ നോക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആകർഷണ മേഖലയാണ്. അപ്പോൾ കമൽ സാറിനെ പോയിട്ട് അപ്പച്ചൻ കണ്ടിട്ട് പറഞ്ഞു അവനിങ്ങനെ വിസ വന്നിട്ടുണ്ട്, അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു സിനിമ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം എന്ത് ധൈര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താണ് ആ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത ഘടകമെന്നും എനിക്കറിയില്ല. പക്ഷേ പിന്നീട് കമൽ സാറിനോട് അത് ചോദിച്ചിട്ട് കമൽ സാർ ഒരിക്കലും അത് പറഞ്ഞില്ല. കമൽ സാറ് അത് ചോദിക്കുമ്പോൾ ചിരിക്കുകയുള്ളൂ. സാറ് അപ്പച്ചനോട് പറഞ്ഞു മാഷ് ധൈര്യമായിട്ട് പോയിക്കോ, അവന് ദുബായിലേക്കൊന്നും വിടണ്ട, അവന് ഇവിടെ ഒരു ഫ്യൂച്ചറുണ്ട്, അവൻ നന്നാവും, ഈ മേഖലയിൽ അവൻ നന്നാവും എന്ന് സാറ് പറഞ്ഞ ഒറ്റ വാചകത്തിൽ വിശ്വസിച്ചിട്ടാണ് അപ്പച്ചൻ തിരിച്ചു പോയത്. അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിനെ വലിച്ച് കൊണ്ടുപോയാണ്. അറബിക്കഥ സ്വന്തം ജീവിതത്തിൽ വന്നേനെ. അറബിക്കഥയൊക്കെ ചെയ്തപ്പോൾ എത്രത്തോളം പ്രവാസികളുടെ എന്നുള്ള ഒരു റെസ്പോൺസും ഫീഡ്ബാക്കും ഒക്കെ ഓർക്കും. ഒരുപാട് സിനിമകൾ ചെയ്തു. ഈ ഫീഡ്ബാക്ക് എപ്പോഴും നമ്മളെ ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് ഏത് സിനിമയെന്നാണ്? അല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റേതായിട്ടുള്ള റിഫ്ലക്ഷൻസും റിയാക്ഷൻസും ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അറബിക്കഥ ദുബായിൽ ചെയ്യുമ്പോൾ അതിന് മുമ്പ് എനിക്ക് അവിടെയുള്ള ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരുടെ കൂടെ ഞാൻ ആ ലേബർ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. പിന്നെ അത് എഴുതിയ ഡോക്ടർ ഇക്ബാൽ പ്രവാസിയായിട്ട് അവിടെ ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് നേരിട്ട് നല്ല പരിചയമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് പറഞ്ഞിട്ട് ഈ ദുബായിലുള്ള പല ജീവിതങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഗൾഫുകാർ താങ്ക്സ് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. കാരണം നാട്ടിലുള്ള ആളുകളെ എങ്ങനെയാണ് ഇവിടുന്ന് ഈ പണം വരണതെന്നുള്ളത് അറിയാതെ ദൂർത്തടിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ലെസൺ. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് ആണ് ശരിക്കും സിനിമയ്ക്ക് ഇത്രയും വലിയ സ്വാധീനം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെ പഠിപ്പിച്ചത് ക്ലാസ്മേറ്റ്സാണ്. ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരുപാട് ഈ അലൂമിനി അസോസിയേഷനുകളുണ്ടായി. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരുടെ കോളേജിലും ഒരു മുരളി റസിയ ഉണ്ട്. അതെ,
എല്ലാ ക്യാമ്പസ് ലൈഫിനും അത്തരം മെമ്മറീസ് ഉണ്ട്. അത് ക്ലാസ്മേറ്റ്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പലരും പറഞ്ഞു ഇതൊക്കെ എവിടെ ചിലവാകാനാണ്, 15 വർഷം ക്യാമ്പസ് കഴിഞ്ഞിട്ട് 15 വർഷത്തിന് ശേഷം വീണ്ടും വരിക, അങ്ങനെ ഒരു ഫങ്ഷൻ അതൊന്നും നടക്കുക ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ അങ്ങനെയൊന്നും അതിനൊന്നും ആളുകൾക്ക് സമയമില്ല, അതൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. സിനിമ ആൾക്കാർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട്, ഞാൻ തന്നെ ഒരു 100 അലുമിനി അസോസിയേഷൻ ഫംഗ്ഷന് പോയിട്ടുണ്ട്. ചില സിനിമകളൊക്കെ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഹിറ്റാവാറുണ്ട് ടി വിയിൽ. അത് ഇപ്പം മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സെന്നും അങ്ങനെ ഇങ്ങനെ ആ ഒരു ഹെഡിങ് ഒന്നുമല്ല, ബട്ട് അല്ലാതെ തന്നെ തിയേറ്ററിൽ അധികം ഓടിയിട്ടില്ലാത്ത സിനിമകളെല്ലാം ചിലപ്പം ടി വി കാണുമ്പോഴാണ് പലരും പറയുന്നു, അയ്യോ എൻ്റെ ആ പടത്തിന് ഇത്രയും മെസ്സേജ് വന്നു എന്നാൽ അന്ന് പോയി തിയേറ്ററിൽ കണ്ടുകൂടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെന്താണ് അതിനോട്? അല്ല, അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിനിമയും തിയേറ്ററും വേറെ തന്നെയാണ്. ടി വിയിൽ വരുമ്പോൾ അത് വേറൊരു രീതിയിലാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. നിങ്ങളുടെ പല കാര്യങ്ങളുടെ ഇടയിലാണ് നിങ്ങൾ ആ സിനിമ കാണുന്നത്. തിയേറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രയർ ഹാള് പോലെയാണ്, ഒരു ധ്യാനകേന്ദ്രം പോലെയാണ് സിനിമ തിയേറ്റർ. നമ്മൾ അതിനുവേണ്ടി പോവാണ്. ഫുൾ വാതിലുകളടച്ച് ഇരുട്ടാക്കി അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഒരാൾ ആ തിയേറ്ററിൽ എത്തുന്നത്. കുറേ പരിപാടികൾ മാറ്റിവെച്ച് ഈ സിനിമ കാണണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി വരികയാണ്. അപ്പോൾ ചെറിയ തെറ്റുകൾ പോലും അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതേസമയം വീട്ടിൽ റിലാക്സ്ഡ് ആയി നിങ്ങളുടെ മറ്റു കാര്യങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനിടയിൽ ഗസ്റ്റുകൾ വരും, ഇതിനിടയിലാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ അതിലെ പോസിറ്റീവ് സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ടാവുള്ളൂ. അതായിരിക്കാം ഒരു റീസൺ. പിന്നെ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നതും മിനി സ്ക്രീൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിഗ് സ്ക്രീനിൽ ഓരോ ചെറിയ തെറ്റുകൾ പർവ്വതീകരിച്ച് കാണും. മിനി സ്ക്രീനാകുമ്പോൾ അത് കംപ്രസ്ഡ് ആവും. അപ്പൊ ചില തെറ്റുകളൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നില്ല. അതെ, ബിഗ് സ്ക്രീനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഓരോ ചലനം. വേറെ ഒരു ശ്രദ്ധ മാറേണ്ട കാര്യങ്ങളില്ല. നീനയുടെ കഥ പറഞ്ഞ് ഇപ്പം ഒരു പുതുമുഖമാണെങ്കിലും എന്താണ് നീന എന്ന് പറയണം. അപ്പം ദീപ്തി സതിയോട് ആദ്യത്തെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന ഒരു ദീപ്തിയോട് കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു വളരെ എന്താ പറയുക ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ്. തീക്ഷ്ണവും തീവ്രവുമായിട്ടുള്ള എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്, ചില ഒരു പ്രതിഷേധമുണ്ട് അവൾക്കാരോടോ, എന്തിനോടോ ഒരു പ്രതിഷേധമുണ്ട്. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അവൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാളെയും ഒരു പരിധി വിട്ടിട്ട് അവൾ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ഒരാളും കെയർ ചെയ്യാത്തൊരു അഹങ്കാരിയാണോ? അഹങ്കാരം എന്നും വേണമെങ്കിൽ പറയാം. തന്നിഷ്ടക്കാരി എന്നുള്ളതാണ് കറക്റ്റ് വേർഡ്, അഹങ്കാരമല്ല. തന്നിഷ്ടക്കാരിയാണ്, തന്നിഷ്ടത്തിന് ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ട് അവൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ദീപ്തി സതിയുടെ ഒരു എന്തായിരുന്നു ആ കഥ കേട്ട് കഴിഞ്ഞ് ഉള്ള ആ കുട്ടിയുടെ ഒരു റെസ്പോൺസ്? ഇതിൻ്റെ ഫുൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് പാറ്റേൺ എങ്ങനെയായിരിക്കണം, എത്രമാത്രം എങ്ങനെയാണ് ലൗഡറായിട്ടാണോ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് മാക്സിമം സെറ്റിലാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബിഹേവിങ് പാറ്റേണിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ക്യാരക്ടർ എന്താണെന്ന് ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് സ്വയം ആ ക്യാരക്ടർ ആയതിനു ശേഷം ബിഹേവ് ചെയ്യുക, അല്ലാതെ ഒട്ടും ലൗഡറായിട്ട് ചെയ്യേണ്ട, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. നീന മലയാളക്കരയിൽ എത്തുമ്പോൾ എത്ര ലൊക്കേഷൻ ട്രാവൽ ചെയ്തു നീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ഹാർഡ് ഏൺഡ് എന്ന് പറയില്ല, അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് ഈവൻ സ്റ്റാർ ആ ഒരു ഹീറോയിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നീന ഷൂട്ട് ചെയ്തത് തുടക്കം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യ, പിന്നെ മോസ്കോയിൽ കുറച്ച് ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് എറണാകുളത്ത്,
എറണാകുളത്ത് നിന്ന് പിന്നെ വീണ്ടും മെർക്കാറ എന്ന് പറഞ്ഞ സ്ഥലം, കൂർഗിലെ മെർക്കാറ, അവിടെ ഒരു 13 ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും എറണാകുളത്ത് വീണ്ടും കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു ഷൂട്ടിംഗ് യാത്രകൾ. ഈ മെർക്കാറയിലേക്കുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയൊക്കെ നല്ല രസകരമായിരുന്നു. ഞങ്ങൾ മെർക്കാറയ്ക്ക് ആദ്യം ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ തലശ്ശേരി അപ്പുറത്ത് ഒരു നാട്ടിൻപുറത്ത് ഹൈവേ സൈഡിലുള്ള ഒരു ചായക്കടയിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ ആർട്ട് ഡയറക്ടറും ഞാനും ക്യാമറാമാനും അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സെൽഫി ആ കടയുടെ മുമ്പിൽ നിന്നിട്ടൊരു സെൽഫി എടുത്തിട്ട് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് തന്നെ അവിടെയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല, ആരാണെന്നൊന്നും മനസ്സിലായില്ല, ഏതോ ആൾക്കാർ. അത് കഴിഞ്ഞ് ആ ചായക്കട നടത്തുന്ന ആളുടെ മകൻ ഫേസ്ബുക്കിൽ അവരുടെ കടയുടെ ബോർഡൊക്കെ ഉള്ള ഫോട്ടോ, അതിൻ്റെ മുമ്പിൽ ഞാനൊക്കെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് അവൻ തിരിച്ചറിയണം ഇങ്ങനെ ഇയാൾ ഇവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഇവിടേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ കാലിക്കറ്റിലൊരു ഫംഗ്ഷന് കഴിഞ്ഞിട്ട് മെർക്കാറയ്ക്ക് ഞാൻ പോവാം. അപ്പോൾ കറക്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയമായപ്പോൾ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ വണ്ടി ഓടിച്ചിരുന്ന ആൾ അന്നുണ്ടായിരുന്ന ആൾ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ആ ഹോട്ടലിൽ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് അത് വലുതായി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു, ആ സെൽഫി ഫോട്ടോ. അതൊരു ഭയങ്കര കൗതുകമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ലാൽ ജോസ് എന്ന് പറയുന്ന ആൾ ഞാനാണെന്നും ഒക്കെ മനസ്സിലാവും. പിന്നെ അവർ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറേ സ്ത്രീകളൊക്കെ കൂടി നടത്തുന്നൊരു ഹോട്ടലാണ്. അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും, ആഘോഷമായി. പിന്നെ ഒരുപാട് യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴെന്ന് വെച്ചാൽ അത് തൊടാതെ പോകുന്നത് ഒരു കാര്യം. ആ യാത്ര കഴിഞ്ഞ് വന്നപ്പം ലാൽച്ചനെ കാണുമ്പോൾ തന്നെ ഒരു ഫോറിനർ ലുക്കൊക്കെ ആയിപ്പോയി. എത്രത്തോളം എൻജോയ് ചെയ്തു, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നേപ്പാളിലെ ഇപ്പം നടന്ന അവിടെ അത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു അപകടം, എത്രമാത്രം അപകടങ്ങളിലൂടെയാണ് നമ്മൾ പോയെന്നുള്ളതും. അന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇനി അടുത്ത കാലത്തൊന്നും ആ റൂട്ടിൽ പോകാൻ പറ്റില്ല. ചൈനയിലേക്ക് നമ്മൾ കടന്നത് കാഠ്മണ്ഡുവിൽ നിന്ന്, നേപ്പാൾ അതിർത്തി വഴിയാണ് ചൈനയിലേക്കൊക്കെ പോയത്. അപ്പം കാഠ്മണ്ഡുവിൽ ഞങ്ങൾ 5 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ തകർന്നടിഞ്ഞ ആ ഭക്തപൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്രയോ മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. അന്ന് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ ഞങ്ങൾ താമസിച്ച ഒരു സുരേഷ് സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു വലിയ ശബ്ദവും ഒരു കിടുക്കവും അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ചിലടുത്ത് ഇടിവെട്ട് എന്തെങ്കിലും ചെയ്തായിരിക്കും എന്ന് വിചാരിച്ചു. രാവിലെ ഞങ്ങൾ കാറ് സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സർവീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരാണ് പറയുന്നത് ഇന്നലെ രാത്രി ചെറിയൊരു ഭൂചലനം ഉണ്ടായിരുന്നു. അപ്പം എന്താ 5 പോയിന്റ് എത്ര ഉണ്ടായിരുന്നു, അത് തരക്കേടില്ലാത്ത കാര്യപ്പെട്ട ഒരു തന്നെയായിരുന്നു. അപ്പം അന്ന് തിരിച്ചു പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു കിടുക്കമുണ്ട്. കാരണം 5.5 ഹെവി ആയിട്ടുള്ള ഒരു വലിയ ചലനം തന്നെ അന്ന് ഉണ്ടായതാണ്. പക്ഷെ അന്ന് വേറെ ഒന്നും സംഭവിച്ചില്ല. ആ സ്ഥലങ്ങൾ മുഴുവൻ പോയി, ആ റോഡ് മുഴുവൻ പോയി. ആ ചൈനീസ് അതിർത്തിയിലേക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്ത ഗ്രാമീണ റോഡുകൾ, മലഞ്ചെരുവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം പോയി. ഇനി അത്ര പെട്ടെന്ന് ആ റൂട്ട് ശരിയായി വരില്ല, കുറച്ച് സമയം എടുക്കും. പ്രേക്ഷകർ വിചാരിക്കും പെട്ടെന്ന് നീനെന്ന് വീണ്ടും നമ്മൾ തിരിച്ചു വരിക നീനയിലേക്ക്. നീന ഒരു സംവിധായകൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാണ് നീന, എന്താണ് നീന? നീന 18നും 25നും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലും ഒരു നീനയുണ്ട്. സ്വാതന്ത്ര്യം, എനിക്ക് മാത്രം, ഞങ്ങൾ പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ആൺകുട്ടികൾക്ക് മാത്രം എന്താ എല്ലാ ഫണ്ണും എല്ലാ തമാശകളും എല്ലാം ആൺകുട്ടികൾക്ക് മാത്രം, ഞങ്ങൾക്ക് എന്തുകൊണ്ടില്ല എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ പക്ഷത്ത് തന്നെയാണ് നീന. എല്ലാ ആശംസകളും നീനയ്ക്ക്.